welcome to another video of Ashi Alzheimer Vlog. Hi all, വെൽക്കം ബാക്ക്. ഞാൻ 3-4 ദിവസമല്ലായിരുന്നു, അതിനുശേഷം വീണ്ടും ഒരു ഡെയിലി വ്ളോഗ്സിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ പരിപാടി നമ്മൾ നേരെ ആശി പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഇതിൽ നമുക്കൊരു ചെറിയൊരു മാരേജും കാര്യങ്ങളൊക്കെ ഉണ്ട് കാസർഗോഡ്. അപ്പം ഇന്ന് കാസർഗോഡ് പോണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ ട്രെയിനിൽ പോവുകയാണ്. ഞങ്ങൾ ട്രെയിനിൽ പോണ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ ഞങ്ങളെ ഫാമിലി ആയിട്ട് ട്രെയിനിൽ പോകണ വിശേഷങ്ങളും ഇപ്പം റെഡി ആയതുകൊണ്ട് കേട്ടോ. രാവിലെ 11 മണിക്കാണ് ട്രെയിന്. ഇനി എത്തുക ഇൻഷാ അല്ലാ. ഞങ്ങൾ കാറ് എന്താ റെയിൽവേയിൽ നിർത്തിയിട്ട് അവിടുന്ന് ട്രെയിനിൽ പോകും. അതാണ് ഇപ്പം സുഖം സത്യം പറഞ്ഞാൽ. ഇങ്ങനെ റെഡി ആയതുകൊണ്ടുണ്ട്. മമ്മി മാമ ചാടിക്കുക. ലാമി കുടിച്ചോ? ലാമി കുടിച്ച് പോവാൻ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. ഞാൻ കുടിച്ചിട്ടില്ല. അപ്പം എന്താ 8 മണിയായി, ഞങ്ങൾ ഇറങ്ങാനായിട്ടോ. ആശി കുളിച്ചിറങ്ങിയ ഞങ്ങൾ അപ്പം പോവും. ആശിനെ കാണിച്ചിട്ട് ഞങ്ങളൊക്കെ റെഡിയായി. ആശി ആണോ സൗണ്ട് കേട്ടോ? ഒന്ന് തുറന്ന് കാണിച്ചു കൊടുത്തേച്ച് കുളിക്കണേ. അപ്പോ ഞങ്ങളിങ്ങനെ ഇതാ ചാടിച്ച് ആശി റെഡി ആയാല് അപ്പൊ പോവും. ആശി പിന്നെ ഒരുത്തനും കൂടി ഉണ്ട്, ഫതിൽ എവിടെ അമ്മ? എവിടെ എന്റെ മേക്ക് ഓവർ? ഇന്ന് ലോഞ്ച് ആവുമോ? ഫതിലൂനെ കാണില്ല. ഫതിലു റെഡി ആവാണ് കേട്ടോ. അപ്പൊ എല്ലാരും റെഡി ആയിട്ട് ഞങ്ങൾ കാണിക്കാം. ഞാൻ അപ്പൊ അതിന് ചാടിക്കട്ടെ. ഇന്ന് നല്ല അപ്പുണ്ട്, ചിക്കൻ കറി ഉണ്ട്, ഐഫോൺ ഉണ്ട്. ആശിയേ എന്തായാലും ഇപ്പൊ പോവും. ഇവൻ വന്നാലേ എല്ലാം പോക്ക് കിടക്കൂ. അവൻ ക്യാമറയിൽ കാണാതെ ഡാൻസ് കളിക്കണ്ട്. വേഗം മാറ്റാൻ എന്നെ കാത്തിക്കണതേ. ഇതൊക്കെ ഞങ്ങളെല്ലാരും റെഡി ആയിക്കണേ. എല്ലാരും ഓടണണ്ടില്ലേ? ഇങ്ങനെ ഫതിലു കലിപ്പില് നോക്ക് ഫതിലു ചിരിക്കണില്ല. ഔട്ടുണ്ട്. ഇതിൽ ചോദിക്ക്, ഒരു കമന്റ് ചെയ്യും. ഓള് ചോദിക്കാൻ പറഞ്ഞു ഈ കൂലലംപൂർ എയർപോർട്ട് എവിടെ അല്ലേ? കൂലലംപൂറോ? ഞാന് അതെവിടെയാന്നാ ചോദിക്കണത്. കോലലംപൂർ ഏതൊരു എയർപോർട്ട്? കോലലംപൂർ കോലലംപൂർ എയർപോർട്ട് എവിടെയാണെന്ന് അറിയണോല്ലേ? കമന്റ് ചെയ്യേ. റെഡി ആവടാ. ഞാനിനി കുടിച്ചാലും റെഡി ആവാലോ. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ കാസർഗോഡും ഇവിടെ ഒക്കെ ഒരു കമന്റ് ചെയ്യില്ലേ, നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം. ഗായ്സ് സാധനമൊക്കെ വെക്കട്ടെ. കൊറേ ഉണ്ട്. ആകെ 2 ദിവസത്തിന് പോണ്. കണ്ടോണ്ടിട്ട് സാരം 1 2 ഉള്ളിൽ ഇഞ്ഞുണ്ട്. ഗായ്സ് നടക്കൂല. ഇതൊക്കെ ഇങ്ങനെ തൂക്കി പിടിച്ച് കണ്ട് ട്രെയിനിൽ പോവാൻ ഒരു രക്ഷയില്ല. മാമ തഞ്ഞും കൊണ്ടിരുന്നു. ഗൈസ് കഴിഞ്ഞാ എന്തത്? ഇത്ര എനിക്ക് ആലോചിച്ചിട്ട് ഇത് നമ്മളിത് ഇറങ്ങിട്ടോ. ഇതെല്ലാരും ഇത് അവിടെ ബാബി ഉണ്ട്. അപ്പൊ പോവാ. അതല്ല ഷൂസിലൊന്നും എന്തിരിക്കണം അവിടെ പോയിച്ചോളൂ. ഇത് രസം ഉണ്ടാവും. അപ്പൊ പോവാ. ഞാൻ അങ്ങനെയല്ല, നമ്മളൊക്കെ എല്ലാ ഡ്രസ്സും ഇട്ട് അത് ഞാൻ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ട് നാശിക്കണം. അതെ നല്ല റേറ്റിന്റെ സാധനം. അപ്പൊ ഗായ്സ് ഞങ്ങൾ പോവാണ്. അപ്പൊ ഞങ്ങൾ ഇറങ്ങാട്ടോ. പിന്നെ എപ്പോഴാ ട്രെയിന് 11:30 പറഞ്ഞേ. നമ്മള് ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല, അവിടെ പോയിട്ട് എടുക്കണം. പരിപാടി അവിടെ ഉച്ചക്ക് എന്തൊക്കെയുള്ള ഫ്രണ്ട്സ് പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞല്ലേ. വലിയ പരിപാടി ഒന്നല്ല, കുഞ്ഞി പരിപാടി ആട്ടോ. കുഞ്ഞി പരിപാടിയാണ്. പിന്നെന്താ വെച്ചാല് എപ്പോഴെത്തി അതൊക്കെ ടാസ്ക് ഒക്കെ സഹിക്കുക. കാസർഗോഡ് എത്തിയിട്ട് പോണത് ആലോചിക്കുമ്പോഴാണ്
അല്ലെങ്കിൽ കഴിഞ്ഞ ആരെങ്കിലും ഒക്കെ വരാൻ പറയണം. പിന്നെ കല്യാണ തിരക്കായിട്ട് വരുമോന്നൊന്നും അറിയില്ല, നോക്കാം എന്താവുന്നില്ല അമ്മ. അപ്പൊ ഗൈസ് ഞങ്ങൾ പോവാട്ടോ. ട്രെയിൻ യാത്ര, ഞങ്ങൾ ഒരു ട്രെയിൻ യാത്ര കുറെ കാലത്തിന് ശേഷം ഒരു ട്രെയിൻ യാത്ര അതാണ്. അപ്പൊ വാപ്പ പോയി. ലൂയി ഇതാ ഞങ്ങൾ പോയി. ലൂയി നാട്ടിക്ക പോ. ലൂയി വിടണില്ല. ലൂയി എപ്പോഴും അങ്ങനെ തന്നെ. ആ പോയി. അപ്പൊ പോയി. ബൈ ബൈ ലൂയി. അപ്പൊ തന്നെ പറഞ്ഞിട്ട് കണ്ടോളി. അപ്പൊ ഞങ്ങള് എന്ത് നോക്കിയാലും ഞങ്ങള് പിന്നെ പെട്ടെന്ന് എത്താന്നുള്ള വിചാരത്തില് ട്രെയിൻ യൂസ് ചെയ്തേ. പിന്നെ അത് മാത്രല്ല, പിന്നെ എക്സ്പെൻസ് ഒക്കെ കറക്റ്റ് തന്നെ വരും. ഞങ്ങള് പെട്ടെന്ന് എത്താം. പിന്നെ ബാഗ് ഒരുപാടുണ്ട് പൊന്തിച്ചപ്പോ ഇങ്ങനെ. അപ്പൊ ഏറ്റലൊക്കെ ടാസ്കാണ്. ഞങ്ങൾക്ക് കാസർഗോഡ് വരെ പെട്ടെന്ന് എത്താം. കഴിഞ്ഞിട്ട് അങ്ങോട്ട് കസിൻസ് ഒക്കെ വരെ ഓൽക്കൊരു 10-40 കിലോമീറ്റർ ഇങ്ങോട്ട് വരണം ഞങ്ങൾ കൊണ്ടുവരാനാണെങ്കിൽ തന്നെ അല്ലേ അമ്മ. അതൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു കല്യാണത്തിന്റെ ഒക്കെ തിരക്കിലാവും. അപ്പൊ ഞങ്ങൾ ലാസ്റ്റ് തീരെ തന്നെ ആവും കാറിലാക്കി വിചാരിച്ചു. അത് ഞങ്ങൾ നിലമ്പൂർക്കൊക്കെ ട്രെയിനിൽ പോയാലുള്ള സുഖം എന്താ വെച്ചാല് ഒരു 3 മണിക്കൂറോണ്ട് കാസർഗോഡ് എത്തും. അതെ, നമ്മളൊക്കെ നോർമൽ ഫാമിലി അല്ലേ, നമ്മൾ ഏതാ ലാഭം നല്ല നോക്കണേ. കണക്ക് കൂട്ടുമ്പോ നമ്മള് ലാഭം തന്നെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതിട്ട് 4-5 വട്ടം ഞാൻ കാറിൽ പോയത്. അപ്പൊ എനിക്ക് വമ്പ എക്സ്പെൻസ്. ചോദിച്ചാലൊക്കെ എന്നോട് പറഞ്ഞത് ഇത്ര ഉള്ളൂ, എന്തിനാ അത്ര റിസ്ക് എടുത്തു. കുറച്ചാൾക്കാരെ ആ ഞാൻ എന്താ വെച്ചാൽ കാസർഗോഡ് പോകാൻ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല എമൗണ്ടിന് തന്നെ നമ്മളെ എണ്ണ അടിച്ചിട്ടില്ല അമ്മ. ഒരു 10-27 റുപ്യക്ക് തന്നെ ഞാൻ ടോട്ടൽ 4-5 പോക്കിന് എണ്ണ മാത്രം. അതൊക്കെ കൂടുതൽ എക്സ്പെൻസ്. നമ്മളെപ്പോഴും എന്തിനാപ്പൊ അത്ര എക്സ്പെൻസ് ആക്കി ട്രെയിനിൽ പോയ ചെറിയ പൈസ ഒക്കെ അവിടെ എത്താം. ഇന്നെത്തൂല നമ്മള് കൊറേ ആൾക്കാർ 5 ആൾക്കാരൊക്കെ ഉണ്ടപ്പോ കാറട്ടതല്ല. അപ്പൊ ഞാൻ ഞങ്ങള് കാറിൽ പോയാലേ. അതെ, എല്ലാ പേരിലും ഒരു എല്ലാ അമ്മമാരും നമ്മളെ അളിയമ്മമാരങ്ങനെ കണക്ക് ഇങ്ങനെ കൂട്ടും. മാമ ഇങ്ങനെ കണക്ക് കൂട്ടുമ്പോ ഇപ്പൊ കറക്റ്റാ. ആ കുട്ടി സെയിം തന്നെയാണ് വാപ്പ ഇന്നലെ പറയാൻ തുടങ്ങിയിട്ട്. മാമി ഇന്നലെ എന്നോട് ഒരു വട്ടം കാറിൽ നമുക്ക് പോട്ടാറ്. പിന്നെ ട്രെയിൻ എന്താ പറയുക മെയിൻ ഞങ്ങൾക്ക് പിന്നെ എല്ലാവർക്കും ഒരു വൈബ് അടിച്ചില്ല. ഞങ്ങൾ കൊറേ ട്രെയിനിൽ എല്ലാരും പോയിട്ട് അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു വേറൊരു ലോങ് ട്രിപ്പ് സെറ്റ് ആക്കണ്ടേ. ഇൻഷാല്ലാ ഉണ്ടാവും. പക്ഷെ ട്രെയിനിൽ പോകാൻ ഭയങ്കര അങ്ങനെയൊക്കെ ഇഷ്ടമുണ്ടായി. പിന്നെ നമുക്ക് കുറെ ബുദ്ധിമുട്ടുണ്ട്. ഈ ബാഗൊക്കെ തോളത്ത് എന്ത് വെയിറ്റ് ഉണ്ട് അത് ഒക്കെ. പിന്നെ അതുപോലെ തന്നെ കുറെ ഡ്രസ്സ് നമുക്ക് എടുക്കാനും പറ്റൂല, ചെരുപ്പൊന്നും എടുക്കാൻ പറ്റില്ല. അതിനൊക്കെ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ ഇനി ഫ്രീ ആയിട്ട് എടുക്കും. ഞാൻ പേരിന്റെ മുന്നിൽ കൂടെ കുറച്ച് ചെരുപ്പും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട്. ഫ്രണ്ട്സ് ഞങ്ങള് തിരിച്ചെത്തി. വാപ്പ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. ഞങ്ങളപ്പോ തിരിച്ച് ഞങ്ങള് കൂർഗ് റൂട്ട് കൂടെ പോവാണ് കേട്ടോ. പോവല്ലേ നമ്മളായിക്കൂടെ? നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ട്രെയിൻ ഇൻഷാല്ലാ വേറൊരു ദിവസം പോകണേന്ന് കേട്ടാ. ഇനി കുറച്ച് ചെരുപ്പും കാര്യങ്ങളും ഇടാണ്ട്. ട്രെയിനിലായോണ്ട് കുറെ സാധനങ്ങൾ എടുത്തിട്ടില്ല. ടാറ്റാ ടാറ്റാ ടാറ്റാ. കളിക്കാണ് കേട്ടോ. അതിന് ലൂയി വീണ്ടും എത്തി. ലൂയിനെ നോക്ക് ഗൈസ്. ഫ്രണ്ട്സ് ലാമിക്ക് നല്ല പുണ്ണ് എന്താ വായിൽ പുണ്ണ് വന്നിക്കണേ. അപ്പം ഇമ്മപ്പുറത്തുനിന്ന് കഞ്ഞി കുറുക്കൻ്റെ അല്ല ഇതെന്തിൻ്റെ ഇലയെന്ന് ആർക്കെങ്കിലും അറിയണമല്ലോ. നിങ്ങളവിടെ എന്താ പറയാന്ന് കമൻറ്റ് ചെയ്യട്ടെ. നമ്മളവിടെ കഞ്ഞി കുറുക്കൻ്റെ ഇല എന്നാ പറയുക. ഈ പുണ്ണ് അങ്ങനത്തേനൊക്കെ നല്ലതാണിത്. അതിനല്ലേ അതിനാണ് നല്ല സ്മെല്ല്. അല്ല കുറച്ചുള്ളല്ലോ. ഉണ്ടാക്കി കൊടുക്കും മാമന്റെ മരുന്ന് ഉണ്ടാക്കി കൊടുക്ക്. വീരാജ് ഒരു പപ്സ് എന്നാശിയെ. ഞങ്ങൾ പപ്സ് എന്നാണ് ഞങ്ങളെ യാത്ര. എങ്ങനെയൊക്കെയാണ് എങ്ങനെയുണ്ട് ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്ര. മാമ പപ്സ് ആയിക്കോ. പപ്സ് രസാട്ടോ. നല്ല ചൂട് പപ്സ് കണ്ടപ്പോ വാങ്ങിയതാണ്. പപ്സ് കേട്ടോ നമ്മളെ നാട്ടിൽ ഞാൻ ആദ്യമായിട്ട് എത്തും ചെറുതാണ് അല്ലേ. രസമുണ്ടോ?
പപ്സും പിന്നെ വേറെ 2 കടികളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഞങ്ങള് ഇവിടെ സ്റ്റോക്ക് ചെയ്തിക്കണ്. അപ്പൊ ഞങ്ങളിതാ വയനാട് റൂട്ടിന് ഇങ്ങനെ പോയോണ്ട് നിക്കാണ്. അമ്പലവയൽ റെയിൽവേയില് മാറിപ്പോ. അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങളൊരു 7 hours ട്രാവലൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോത്തിന് മാരേജ് വീട്ടിലെത്തി. അവിടെ എത്തിയപ്പോൾ ഫസ്റ്റ് പരിപാടി ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. കാസർഗോഡ് മൊഞ്ചത്തിനെ കണ്ടിക്കണോ? അത് നമ്മളെ മണവാട്ടി ഏട്ടന്നത്തെ അങ്ങനെ നിൽക്കുമ്പോഴാണ് പെണ്ണിനുള്ള ഡ്രസ്സ് ചെക്കൻ്റെ പെരക്കാരിങ്ങനെ കൊണ്ടുവരുന്നത്. ഡ്രസ്സ് കൊണ്ടുവന്ന് കൊടുക്കാൻ വന്നേക്കല്ലേ നാളെ കല്യാണത്തിന് ഇടാനല്ലേ. ഇവിടെ എന്തൊക്കെയല്ലേ വെറൈറ്റി ചടങ്ങ് ഇപ്പൊ നമ്മളോട് ഉണ്ടാവുന്നുണ്ട്. ഈ കൊണ്ടേ കൊടുത്തിട്ടില്ലേ? ഞാൻ അടിച്ചോണ്ട് ഇനി നമ്മള് അവിടുത്തെ ഇവിടുത്തെ സെറ്റപ്പ് ആക്കിയില്ല അവിടെ വെറൈറ്റി ഗൈസ്. വയസ്കാരിയമായ സീന് നോക്ക്, ഷാന് ഫുള്ള് പണിയെടുക്കുന്നത്. ഫുഡാണ്. ഫൈനലി ഹായ്, ഇതാണ് ഗൈസ് നമ്മളെ പുതിയാപ്പിളെ പുതിയണ്ണ്. കാസർഗോഡിൽ എന്താ പറയാ? പുതിനാട്ടി അല്ലേ അമ്മ? പുതിനാട്ടി മൊഞ്ചത്തി ഇതാ. മാഷാല്ലാ, ലൈറ്റ് മിന്നുണ്ട്. ഈ ലൈറ്റ് അടിച്ചിട്ടാണ്. ഫോട്ടോ എടുത്താലോ? ഫ്രണ്ട്സ്, ഞങ്ങൾ പിറ്റേ ദിവസമായിട്ടോ. ഇന്നാണ് കല്യാണം. ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെയാണ് കിടന്നത് കേട്ടോ. പക്ഷേ എന്താ പരിപാടി? രാവിലെ തന്നെ പോലെ അവിടെ ലുഡോ കളിക്കാണ് കേട്ടോ. കല്യാണത്തിന് ഇങ്ങനെ പോവാൻ വെയിറ്റ് ചെയ്യാണ്. ഇന്ന് കല്യാണം. അപ്പോൾ ഞങ്ങളിപ്പോൾ ചായ കുടിച്ചിരിക്കുകയാണ്. എല്ലാവരും റെഡി ആയിട്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ റെഡി ആയിട്ട് ഞങ്ങൾ കാണാം. ഞാൻ അടുത്ത വ്ളോഗ് ചെയ്യുന്നത് കല്യാണത്തിൻ്റെ വ്ളോഗ് ആയിട്ടില്ല. ഇൻഷാ അല്ലാ കല്യാണത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ മാക്സിമം കാണിച്ചു തരാൻ നോക്കട്ടെ ഞങ്ങൾ. അപ്പം സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ ഗൈസ്.